നമസ്കാരം. 10 വർഷം പിണറായിയുടെ ദുർഭരണത്തിന് കീഴിൽ പൊറുതിമുട്ടിയിരുന്ന മലയാളികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിരുന്നു വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ. അതിനാൽ തന്നെ പുതിയ സർക്കാരിൽ നിന്ന് ജനം ഏറെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. വെറും 3 മാസം മാത്രമായ സർക്കാരിനെ വിലയിരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ 3 മാസക്കാലത്തിനുള്ളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ പ്രതിരോധത്തിലാകുന്ന നിരവധി വിവാദങ്ങൾ സർക്കാരിന് നേരിടേണ്ടതായി വന്നു. ഒറ്റയ്ക്ക് പ്രതിരോധിച്ച് മുന്നേറാൻ സതീശന് സാധിക്കുകയും ചെയ്തു എന്നതും വസ്തുതയാണ്. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന്റെ പ്രവർത്തനം വാക്കുകളിലും അണികളെ കയ്യിലെടുക്കാനുള്ള മാസ് ഡയലോഗുകളിലും മാത്രമായി ഒതുങ്ങിപ്പോവുകയാണെന്നതാണ് യാഥാർത്ഥ്യം. ഇത് ചില കോണുകളിൽ നിന്നെങ്കിലും വിമർശനങ്ങളായി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇക്കാലയളവിൽ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിച്ച സതീശന്റെ വാക്കുകളിൽ എപ്പോഴും നിറഞ്ഞത് മുൻ LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള താരതമ്യം മാത്രമായിരുന്നു. UDF ഗവൺമെന്റിനെതിരെ LDF ഉയർത്തുന്ന ഏതൊരു ആരോപണത്തിന് പിന്നിലും അവർ തന്നെ ചെയ്തു വെച്ച എന്തെങ്കിലും ഒന്നിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജനം ആഗ്രഹിക്കുന്നത് മുൻ സർക്കാരിന്റെ പകർപ്പല്ല. ഹെലികോപ്റ്റർ യാത്ര, വിരുന്ന് വിവാദം, മഴക്കെടുതിയിലെ ഏകോപനമില്ലായ്മ തുടങ്ങി സതീശനെതിരെ കടന്നാക്രമണം നടത്താൻ പ്രതിപക്ഷത്തിന് നിരവധി ആയുധങ്ങളുണ്ടായിരുന്നു. പ്രതിരോധത്തിലായ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി താരതമ്യം നടത്തിയത് മുൻ സർക്കാരുമായും മുൻ മുഖ്യമന്ത്രിയുമായിട്ടായിരുന്നു. എന്നാൽ മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തി സതീശൻ മറുപടി കൊടുക്കുമ്പോഴും അവിടെ ഉയരുന്ന ജനത്തിന്റെ സ്വാഭാവിക ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു. ഇന്ന് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള തെരച്ചിലിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലും ഈ താരതമ്യം തന്നെയായിരുന്നു നിഴലിച്ചിരുന്നത്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള തിരച്ചിലിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലും ഈ താരതമ്യം തന്നെയായിരുന്നു നിഴലിച്ചിരുന്നത്. 9 ദിവസം കടലിൽ തെരച്ചിൽ നടത്തിയ മറ്റാരുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. കഴിഞ്ഞ 9 ദിവസമായി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ കടലിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം വിശദീകരണം നൽകിയത്. പിണറായി 10 വർഷം കേരളം ഭരിച്ചപ്പോൾ കടലിൽ കാണാതായവരുടെ എണ്ണം 148 ആണെന്നും അദ്ദേഹം മറുപടി നൽകിയുണ്ടായി. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാനാകാത്ത തെരച്ചിലാണ് ഇപ്പോൾ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തുടരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴാണ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 9 ദിവസം തെരച്ചിൽ നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഹെലികോപ്റ്റർ വിവാദത്തിലും വിശദീകരണം ഇതുപോലെ തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് നടത്തിയ ഹെലികോപ്റ്റർ യാത്ര പൂർണ്ണമായും ഔദ്യോഗിക ആവശ്യത്തിനുള്ളതായിരുന്നുവെന്നും അത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ വലിയൊരു നിക്ഷേപ ചർച്ചയ്ക്ക് വേണ്ടിയാണെന്നുമായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്തെ ഹെലികോപ്റ്റർ യാത്രകളെ കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ വിഷയത്തിലും പ്രതിരോധം തീർത്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുകയും ആ തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് കേരളം കണ്ടതാണെന്നായിരുന്നു ആ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ മറുപടി. വിരുന്ന് വിവാദത്തിലും സമാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 2018-ലും 2019-ലും ദുരന്തമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചുപോയി. അപവാദ പ്രചാരണമാണ് നടക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, എന്തൊരു തെറ്റാണ്, ഭക്ഷണം കഴിച്ച് തെറ്റുപറ്റിപ്പോയി, ഇനി ഭക്ഷണം കഴിക്കാതിരിക്കാം എന്നുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസ രൂപേണയുള്ള മറുപടി. അവിടെയും പിണറായിയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ച് തലയുരുകയായിരുന്നു സതീശൻ. PM ശ്രീ വിവാദത്തിലും കഥ സമാനം. അങ്ങനെ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ താൻ പിണറായി അല്ല എന്ന് പറഞ്ഞ് താരതമ്യപ്പെടുത്തി പ്രതിരോധിക്കുമ്പോഴും സതീശനായി മാറുന്നില്ല. റീലുകളും സൈബറിടത്തിലെ അണികളുടെ പിന്തുണയുമെല്ലാം താൽക്കാലികമായി സംരക്ഷണം ഒരുക്കിയേക്കാം. പക്ഷേ അത് ശാശ്വതമല്ല. വരുന്ന 5 വർഷക്കാലവും പിണറായിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഏതായാലും സാധിക്കില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇനിയെങ്കിലും വേണ്ടതെന്നാണ് ഉയരുന്ന വിമർശനം.